അസ്സലാമു നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് വൈക്കടവ് ടൗൺ ഏരിയയിൽ നിന്ന്, അതായത് CNG കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് 3 കിലോമീറ്ററുള്ള ഇതിലേക്കുള്ള വൈദൂരം. അതിമനോഹരമായ 5 സെന്റിൽ നല്ലൊരു വീടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത്. വീടിന്റെ കയറി വരുമ്പോൾ വലതുഭാഗത്ത് മാത്രം ചെറുതായിട്ട് തേച്ചിട്ടില്ല, പിന്നെ ബാക്ക് ഭാഗം, ബാക്കി ഫ്രണ്ട് ഭാഗം, പിന്നെ അതേമാതിരി വീടിന്റെ അടുക്കള വർക്കിന്റെ ഭാഗത്തേക്കൊക്കെ നല്ല എല്ലാം പണി കഴിഞ്ഞ ഒരു വീടാണ്. ഏകദേശം അടിപ്പണി മാത്രമേ ഉള്ളൂ, ഇനി നമുക്കിത് തീർക്കാനുള്ളൂ. വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറാണ്. പിന്നെ വെള്ള സൗകര്യമുണ്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഏന്റെ റിങ്ങാണ് വെച്ച് വാർത്ത റിങ്. നമുക്ക് അത്യാവശ്യം നല്ല വെള്ളം പറ്റാത്ത കിണർ എന്ന് നമുക്ക് പറയാം. അത്യാവശ്യം നല്ല വെള്ളമാണ്. കണ്ണാടി ചില്ല് പോലെ നല്ല തെളിഞ്ഞ വെള്ളം. നല്ല ഒരു 5 സെന്റിൽ സ്ക്വയർ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വീടാണ്. ഈ വീടിന്റെ അടിപ്പണി കൂടി തീർത്ത് കഴിഞ്ഞാൽ പെയിന്റ് അടിച്ച് 2 ഭാഗം, ആ ഭാഗം സൈഡ് ഒന്ന് തേച്ച് വൃത്തിയാക്കിയാൽ അതും അതിമനോഹരമായി നല്ലൊരു വീട് തന്നെ നമുക്ക് പറയാം. അത് വീട്ടിലേക്ക് കയറി വരാൻ 10 അടി വഴി, എല്ലാം സൗകര്യമുണ്ട്. മദ്രസ്, അതേമാതിരി പള്ളി അതിലേക്കാകെ 300 മീറ്റർ ഉള്ളൂ. പിന്നെ അതേമാതിരി അങ്കലവാടി തൊട്ടടുത്ത്, പിള്ളേർ കരയുന്നത് ഇങ്ങനെ കേൾക്കും. 500 മീറ്റർ സ്കൂളിലേക്ക്. പിന്നെ അതേമാതിരി നിങ്ങൾക്ക് ചെറിയ UP സ്കൂളിലേക്ക് 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നല്ല CNG റോഡിന്റെ അടുത്ത് തന്നെ നല്ല ഇതായിട്ടുള്ള ഒരു സ്കൂളുണ്ട്. പിന്നെ നേരെ നമ്മൾ ിലേക്ക് കയറിയപ്പോൾ ഫുള്ള് ഭാഗത്ത് സീറ്റ് ഇട്ടൊക്കെയാണ്. നമ്മൾക്ക് ഇതിന്റെ അടിപ്പണി മാത്രം ഒരു 1,500 റുപ്യ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. മുകളിലേക്കുള്ള സ്റ്റെയറിന്റെ വർക്ക് ഇവരാദ്യം എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മളെ സർഫുദ്ദീന്റെ വർക്ക് മുകൾ ഭാഗം വരെ എടുത്തിട്ടുണ്ട്. ചെറിയ പിഞ്ചു കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ഒന്ന് സേഫ്റ്റി ആക്കി. പിന്നെ അതേമാതിരി നമ്മൾ കോമൺ ബാത്റൂം ഇതിലേക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ കർട്ടനൊക്കെ ഇട്ട് ഇതാക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് വിശാലമായ ഒരു അടിപൊളി സൗകര്യത്തിലൊരു ബാത്റൂം, കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മുകൾ ഭാഗം വരെ ടൈലിട്ട് നല്ല വൃത്തിയാക്കിയ ഒരു കോമൺ ബാത്റൂം. അതേമാതിരി നമുക്ക് കൈ കഴുകാൻ, നമ്മൾക്ക് ഭക്ഷണം കഴിച്ചാൽ കൈ കഴുകാനുള്ള സൗകര്യമുണ്ട്. ടേബിളിനുള്ള സ്പേസ്, ചെറുതായിട്ട് സ്പേസ് ഇവിടെ ഉണ്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തെ ഫസ്റ്റത്തെ റൂം കാണിച്ചു തരാം. ഇത് 10x10 ഒക്കെ ഏകദേശം വലുപ്പമുണ്ടല്ലേ റൂം. 10x10 പറയാം നമുക്ക്. റൂം അത്യാവശ്യം വലുപ്പമുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൂം കണ്ട്. ഇതിൽ ഏകദേശം ഫുള്ള് ജനാലുകളൊക്കെ എല്ലാം സിമെന്റിലൂടെ തുണ്ട്. ഫുള്ള് സിമെന്റ് ആണ് തുണ്ട്. കട്ടിലും ജനാലുകളൊക്കെ സിമെന്റിലാണ്. പിന്നെ രണ്ടാമത്തെ റൂമും അതേമാതിരി വലുപ്പം ഉണ്ട്. പിന്നെ വിലക്കുറവാട്ടോ. 5 സെന്റിൽ നമ്മൾ അലമാര നമുക്ക് വലിപ്പ് മോഡലൊക്കെ കൊടുക്കാം. അത് കുറഞ്ഞ വിലക്ക് 5 സെന്റ് കിണറും എല്ലാം സൗകര്യമുള്ള ഈ വീട് ഞങ്ങളോട് ചോദിക്കുന്നത് കുറഞ്ഞ ഒരു വിലക്കാണ് നമ്മൾ ചോദിക്കുന്നതിന്. മുകൾ ഭാഗത്തുള്ള സ്റ്റെയറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ. പിന്നെ മുകൾ ഭാഗത്തേക്ക് സീറ്റാണ് ഇട്ടിട്ടുള്ളത്, കണ്ടോ. മുകൾ ഭാഗത്ത് മൊത്തം സീറ്റിലൂടെയാണ്. നേരെ ഞാൻ പോകുന്നത് അടുക്കളയിലേക്ക്. അതായത് അടുക്കളയിലേക്ക് വന്നപ്പോൾ സ്ത്രീകൾക്ക് പാചകം ചെയ്യാൻ നല്ല വിശാലമായ നല്ല സൗകര്യമുണ്ട്. പിന്നെ ടിന്നും സാധനങ്ങളും ഒക്കെ വെക്കാൻ റാക്കുകളൊക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലുമൊക്കെ നമുക്ക് വലിപ്പ് മോഡലൊക്കെ കൊടുക്കാം. സാധാ അടുപ്പാണ് ഇതിൽ വരുന്നത്. ആലുവ അടുപ്പല്ല. നമുക്ക് ഇനി ആലുവ അടുപ്പ് എന്നൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ എല്ലാ ഭാഗവും ഒന്ന് ടൈലിടാനുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ റൂം ഉണ്ട്. ഇവർക്ക് ഇതിൽ ഒരു കിടക്കാൻ പറ്റിയൊരു സൗകര്യമാണ്. ഇതുമാക്കി സാധനങ്ങൾ എടുത്ത് വെക്കാൻ, അങ്ങനെ സ്റ്റോർ റൂം ആക്കണം, അങ്ങനെ ആക്കണമെങ്കിൽ ആക്കി കൊടുക്കാം. അങ്ങനെ 2 റൂമും 3 റൂം തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം സൗകര്യമുണ്ട്. ഇനി പുറത്തോട്ട് വർക്കേരിയ. അയ്യവാ, ഇതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്, പുറത്തോട്ട് വർക്കേരിയ എന്ന് കണ്ടത്. ഇത് മുകൾ ഭാഗത്തേക്ക് ഫുള്ള് സീറ്റാണ് ഇട്ടിട്ടുള്ളത്. നല്ല ഒരു സൗകര്യത്തിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള, നമുക്ക് ഭക്ഷണം കഴിക്കാൻ, സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാനും. അതിൻ്റെ അടിയിൽ ഇതാക്കണം, പാത്രം കേൾക്കുകയില്ല. എത്ര ഒരു കുടുംബത്തിൽ ഞാൻ പേരക്കുട്ടി മക്കളെല്ലാവരും വന്നു കഴിഞ്ഞാൽ പാത്രം ഒന്നിച്ചിട്ട് ലൈവായിട്ട് നമുക്ക് പാത്രം കേൾക്കാനുള്ള ഒരു കൊട്ടത്തളം തന്നെ പറയാം നമുക്ക്. വിശാലമായ ഒരു കൊട്ടത്തളം. പിന്നെ ഇതിലേക്ക് ഗ്യാസിൻ്റെ അടുപ്പാണ് പുറത്തിട്ടുണ്ട്. ഈ അടുപ്പ് ഇവിടെ വെച്ചിട്ടില്ല, കാരണം ഉള്ളിൽ അടുപ്പുണ്ടായതുകൊണ്ട് നമ്മൾ സാധാ അടുപ്പ്, നമ്മൾ ഗ്യാസ് അടുപ്പാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ 5 സെന്റിൽ ഇതിൽ തെങ്ങും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഒരു സ്ഥലം തന്നെ നമുക്ക് പറയാം. അതിൻ്റെ അതിരുകൾ കവുങ്ങൊക്കെ ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് അടക്കെടുക്കാനുള്ള രൂപത്തിലുള്ള സൈഡുണ്ട്. പിന്നെ പുറത്തൊരു ബാത്റൂം കാണുന്നുണ്ട്. അതാണ് ഒരു സീറ്റിട്ടൊരു പുറത്തൊരു ബാത്റൂം ഇതുണ്ട്. പിന്നെ നമുക്ക് അലക്കുന്ന അത് ഞങ്ങൾക്ക് പുറത്തോട്ട് ഒന്ന് ഇങ്ങോട്ട് പുറത്ത് നിന്നാ നമുക്ക് അലക്കല്ല് ഇവിടെ ഉണ്ട്.
ഒരു നല്ലൊരു എന്താ പറയുക ഒരു പച്ചപ്പടങ്ങിയ ബാക്ക് ഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നല്ല കൃഷികളൊക്കെ ചെയ്യാൻ നല്ല ഉള്ള ഒരു അടിപൊളിയൊരു മണ്ണും കൂടിയാണ്. എന്ത് കുഴിച്ചിട്ടാലും പെട്ടെന്ന് ഉണ്ടാകും. അതാണ് നല്ലൊരു ഇതാണ്. 5 സെന്റിൽ ഈ വീടിനാകെ 800 സ്ക്വയർ ഫീറ്റ് സോറി 700 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് ഇപ്പോൾ ഉള്ളത്. അതായത് പുറത്തത്തെ വർക്കറിന്റെ സ്ക്വയർ ഫീറ്റ് കൂട്ടിയിട്ടില്ല, അതിൽ കൂട്ടാതെ അതായത് ഫുള്ള് വാർപ്പിലൂടെ വരുന്നത് 700 സ്ക്വയർ ഫീറ്റ് ആണ്. അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു വീട്, ആകെ 5 സെന്റ് വെള്ള സൗകര്യം. ഈ വീട് ഞങ്ങൾ ചോദിക്കുന്നത് 16 ലക്ഷം രൂപ. എത്ര? 16 ലക്ഷം രൂപയെ ചോദിക്കുന്നത്. പിന്നെ ചെറിയൊരു കച്ചവടക്കല്ലേ, ചെറിയൊരു വെട്ടിവെച്ച് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വീട് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന 2 നമ്പർ ഓടിക്കളിക്കുന്നുണ്ടാവും. ആ നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനത്തെ ഒരു മുതൽ നിങ്ങൾക്ക് കിട്ടൂല, കാരണം കുറഞ്ഞ വിലയുള്ളൂ. നല്ല എല്ലാം കൊണ്ട് സൗകര്യത്തിലടങ്ങിയ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ.